ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക്. സോ അങ്ങനെ മോനുമായിട്ട് ഞങ്ങൾ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഡേ നമ്മൾ ലോക്കൽ ട്രെയിനിൽ, അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. അതായത് അതിൽ അല്ലെങ്കിൽ നമുക്ക് നോർമൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ട്രാവൽ ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, ടൂർ ടിക്കറ്റ് ഉണ്ട്, ട്രിപ്പ്. സോ ടൂറിസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങനെ കറങ്ങാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നത് ഛത്രപതി ശിവാജി ടെർമിനസ്. അത് വെരി ഓൾഡസ്റ്റ്, എന്താ പറയുക, ഐക്കോണിക് റെയിൽവേ സ്റ്റേഷനാണ്. ഇത് നമുക്ക് കാണേണ്ടത് തന്നെയാണല്ലോ, വെരി ഹിസ്റ്റോറിക്കാണ്. സോ അവിടെ ചെന്നതിന് ശേഷം അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വെളിയിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന മുനിസിപ്പൽ ബിൽഡിങ് കാണാൻ പറ്റും. സോ ഇതിനെ ഒരു വേൾഡ് ഹെറിറ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഈ CST റെയിൽവേ സ്റ്റേഷൻ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ഈ ബസ് സ്റ്റോപ്പ് കാണാം. അതായത് ഡിഫറെൻറ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന ഡബിൾ ഡെക്കർ ബസ്സസ് ഉണ്ട്. അത് അങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സസ് എടുത്തിട്ട് അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളിങ്ങനെ അറൗണ്ട് ഇങ്ങനെ മുംബൈ കറങ്ങാനായിട്ട് പോയി. അത് മന്ത്രാലയമായി കാണുന്നത്, മുംബൈ. പിന്നെ നമുക്ക് കുറേ ഓഫീസസും ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ബാങ്ക്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു തിങ്, ദാറ്റ് ഈസ് യെല്ലോ ടാക്സി. കണ്ടോ, അപ്പോൾ യെല്ലോയിഷ് കളർ ഫുള്ള്. സോ അതും ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചു. പിന്നെ കുറേ ഓഫീസസും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ബസ്സിൽ ഇരിക്കുകയല്ലേ, അപ്പം കുറച്ചൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ് മുംബൈ എന്ന് പറയുന്നത്. ദ ഡ്രീം സിറ്റി ആണല്ലോ അത്. അതായത് ബോളിവുഡിൻ്റെ ഹബ്ബാണല്ലോ അല്ലേ, എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ്. അവിടെ എല്ലാം ഓട്ടത്തിലാണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അന്ന് മറൈൻ ഡ്രൈവിലൊക്കെ പോയിട്ട് തിരിച്ചു പോയി. പക്ഷേ വീണ്ടും ഞങ്ങൾ നെക്സ്റ്റ് ഡേ ക്യാബിലിറങ്ങി. സോ അത് ബാൻഡ്രയിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ലിങ്ക് റോഡായത്, വേളിയൊക്കെ കണക്ട്. അപ്പം ഞാൻ മന്നത്തിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഷാറൂഖ് ഖാൻ്റെ റെസിഡൻസ് കണ്ടു. പിന്നെ മുകേഷ് അംബാനിയുടെ റെസിഡൻസ് കണ്ടു. അവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ട് പോവുകയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏതായാലും മുംബൈ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ യെല്ലോ ടാക്സി കണ്ടല്ലോ. യെല്ലോ ടാക്സി നമുക്ക് സിറ്റി മുഴുവൻ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ട് പോയി കേട്ടോ, ഇതേ ക്യാബിൽ. സോ അവിടെ ചെന്നപ്പം നിറയെ വിസിറ്റേഴ്സാണ്. സോ ഇതാണ് അവിടുത്തെ ഒരു ലേക്ക്, അതിലെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. നമുക്ക് താജ് ഇൻ്റർനാഷണൽ കാണാൻ പറ്റും. നമുക്ക് അറിയാമല്ലോ, 2011 അറ്റാക്സ് നടന്ന ആ ഹിസ്റ്റോറിക്, എന്താ പറയുക, ആ ട്രാജിക് ഇൻസിഡൻറ്റ് നടന്ന താജ്, അതിനോട് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സോ ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല ഇപ്പോൾ, എന്തായാലും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത്. അങ്ങനെ ഇന്ത്യ ഗേറ്റിൽ ഒക്കെ ഫോട്ടോസും ഒക്കെ എടുത്ത് മറൈൻ ഡ്രൈവിലെയൊക്കെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. സോ അതിനിടയ്ക്ക് മോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുമൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. അത് അമിറ്റിയിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടിനെയൊക്കെ നമുക്ക് കാണാം. കുറേ ഷോപ്പിംഗ് സൈറ്റ്സ് ഉണ്ട്, കൊലാബ് മാർക്കറ്റ്, ലിങ്ക് റോഡൊക്കെ. നമ്മൾ ലിങ്ക് റോഡിൽ പോയി, കൊലാബ് മാർക്കറ്റിലും പോയി കുറച്ച് തിങ്സൊക്കെ നമ്മൾ നോക്കി കേട്ടോ. പർച്ചേസിങ്, അങ്ങനെ ഓർണമെൻറ്റ്സ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് ആണ്. സോ അങ്ങനെ നമ്മൾ ബോംബെ സിറ്റി കുറച്ചൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ മോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അന്ന് രാത്രി അഹമ്മദാബാദിന് പോയി കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. സ്റ്റേ ട്യൂൺ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.